എന്നത്തെയും പോലെ ഇന്നും കുറച്ച് വീട്ടിലെ വിശേഷങ്ങളാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് നമ്മൾ പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുന്നതും പിന്നെ അടുക്കളയിലെ കാര്യങ്ങളും പിന്നെ പുറത്തെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ചെയ്യണം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ 4:10 ഞാൻ എഴുന്നേറ്റത്. സാധാരണ 4 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. ഇന്ന് ഇച്ചിരി താമസിച്ച് പോയി കേട്ടോ, ഉറങ്ങി അങ്ങ് പോയി. പിന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ മണി 4:10. പിന്നെ പ്രഭാത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുക്കളയിലോട്ട് കയറി കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം എടുത്തെങ്കിലും ഞാൻ പകുതി വെള്ളമേ കുടിച്ചുള്ളൂ. വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷേ അനുഭവങ്ങൾ പാഠം പഠിപ്പിച്ചപ്പോഴത്തേക്ക് ഈയിടെ വെള്ളം കുടിച്ച് തുടങ്ങി. കുറേ വെള്ളം കുടിക്കും ഇപ്പോൾ കേട്ടോ. എങ്കിലും ഞാൻ പകുതി ഗ്ലാസ് കുടിച്ചു. പിന്നെ ഒരു 5-6 പ്രാവശ്യം ഞാൻ സൂര്യ നമസ്കാരം ചെയ്തു കേട്ടോ. 13 പ്രാവശ്യം സൂര്യ നമസ്കാരം ചെയ്യണമെന്നാണ് കുറഞ്ഞത്. അത്രയും ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഈയിടെ ഞാൻ 1-2 മാസം എനിക്കൊന്ന് മുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പം മടിയായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ 5-6 പ്രാവശ്യം ചെയ്തുള്ളൂ. രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകാമെന്നൊക്കെ മക്കൾ പറയും. പക്ഷേ എനിക്കിഷ്ടമല്ല കേട്ടോ. എനിക്ക് നടക്കാൻ പോകുന്നതിനോട് അത്ര താല്പര്യമില്ല. എനിക്ക് സൂര്യ നമസ്കാരമോ യോഗയാണ് ഇഷ്ടം. പിന്നെ സൈക്കിളൊക്കെ ചവിട്ടും കേട്ടോ. അതെല്ലാം നമസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എല്ലായിടത്തും തൂത്ത് വാരാൻ വേണ്ടി പോയി കേട്ടോ. അപ്പോൾ പൂമുഖത്ത് തന്നെ അവന്മാർ ഇന്നലെ ചപ്പൽ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. ചില സമയം അങ്ങനെയാണ് അവന്മാർ രാത്രി വന്ന് കയറുമ്പോൾ ചപ്പൽ മുമ്പിൽ തന്നെ ഇടും. മുമ്പ് ഇടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ അതെല്ലാം അടുക്കി ഒതുക്കി വെച്ച് തൂത്തുവാരി വെള്ളം കുടഞ്ഞതേ ഉള്ളൂ കേട്ടോ. തുടയ്ക്കാനൊന്നും പോയില്ല. തുടയ്ക്കാനൊക്കെ ആകുമ്പോൾ ഒത്തിരി സമയമെടുക്കും. രാവിലെ ഇപ്പോൾ വിളക്ക് കത്തിക്കാനുള്ള സമയമല്ലേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തുളസിയില ഇട്ട് നല്ലൊരു ചായ അങ്ങോട്ട് ഇട്ട് കേട്ടോ. കട്ടൻ ചായ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ പാൽപ്പൊടിയല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് മാത്രം ഒരു ഗ്ലാസ് പാൽപ്പൊടി ഇട്ടിട്ട് ഒരു ഗ്ലാസ് ചായ ഞാൻ കുടിച്ചു കേട്ടോ. ചേട്ടന് ഉള്ളത് അടച്ചു വെച്ചിട്ടുണ്ട്. ചേട്ടൻ കുളിച്ച് റെഡി ആകുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് ചൂടാക്കിയാൽ കൊടുത്താൽ മതി. അപ്പോൾ കർക്കിടക മാസത്തിൽ ഉറുമ്പ് കടിച്ചാലും വിഷം വന്നല്ലേ. അപ്പോൾ വിഷഹാരിയായ നമ്മൾ തുളസിയിലയും പച്ചമഞ്ഞളൊക്കെ നല്ല ഈ മാസത്തിൽ ഉപയോഗിക്കണമെന്നാണ്. അതുകൊണ്ടാണ് തുളസിയില ഇട്ട് ചായ കുടിച്ചത്. ടേസ്റ്റ് വ്യത്യാസമൊന്നും കാണത്തില്ല. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഓടിപ്പോയി കുളിച്ചിട്ട് പകുതി ചായയെ ഞാൻ കുടിച്ചോളൂ. പകുതി അടച്ച് വെച്ച് എന്നിട്ട് ഓടിപ്പോയി കുളിച്ചിട്ട് വന്നു കേട്ടോ. കുളിച്ചിട്ട് തലയിൽ നമ്മൾ വെള്ളം തോരാൻ വേണ്ടി തോർത്ത് കെട്ടി വെക്കുമല്ലോ. പക്ഷെ അങ്ങനെ കെട്ടിയിട്ട് പൂജാ റൂമിനകത്ത് കയറിക്കൂടാന്നാണ്. അതുകൊണ്ട് ഞാൻ തലമുടി വെറുതെ കെട്ടി വെച്ചതേ ഉള്ളൂ. നനഞ്ഞ തലമുടിയാണ് കേട്ടോ. പിന്നെ വിളക്കൊക്കെ കത്തിച്ച് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ വന്ന് തല നല്ലതുപോലെ തുടച്ചതിന് ശേഷം നമ്മൾ തോർത്ത് ചുറ്റി വെച്ച് കേട്ടോ. എൻ്റെ കയ്യിൽ വെള്ള തോർത്തില്ല, എനിക്ക് ഈ കളർ തോർത്താണ് ഇഷ്ടം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി. അപ്പോൾ നമ്മുടെ ചെമ്പൻ അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. കുറേ നാളായില്ലേ ചെമ്പനെ നിങ്ങളൊക്കെ കണ്ടിട്ട്. അപ്പോൾ ചെമ്പൻ്റെ ആദ്യത്തെ ഭാര്യ ഉണ്ടായിരുന്നു കറുമ്പി. അവൾ മരിച്ചതിന് ശേഷം ഭയങ്കര ഏകനായിരുന്നു കേട്ടോ. നിശബ്ദനായിരുന്നു. ആരുടെ അടുത്തൊന്നും മിണ്ടത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷയിലും മിണ്ടത്തില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ലൈൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എവിടുന്നോ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അവളുമായിട്ടാണ് ഭയങ്കര കൂട്ടാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഒന്ന് എഴുന്നേറ്റ് സൂര്യ നമസ്കാരം ഞാൻ ചെയ്തുകൊണ്ടായിരിക്കും അതും ചെയ്തത്. ഏതായാലും 2-3 നമസ്കാരമൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അപ്പോൾ അങ്ങോട്ട് പോയി കിടന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അകത്തോട്ട് കയറി. ചേട്ടൻ വിളക്കൊക്കെ കത്തിച്ച് നാമമൊക്കെ ജപിച്ച്, നാമം ജപിക്കുകയല്ല നാമം ചെയ്യുക എന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ സമുദായത്തിൽ ആണുങ്ങൾ രാവിലെ കുളിച്ചിട്ട് വന്നിട്ട് നാമം ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. നമ്മൾ സാധാരണ പറയുന്ന നാമം ചൊല്ലുകയല്ല, ഇത് നാമം ചെയ്യുക എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭഗവാന്റെ കുറേ നാമങ്ങളുണ്ട്. ഗോവിന്ദായ നമ എന്നൊക്കെ പറഞ്ഞ് കുറേ ഓരോ അതിന് അച്ചുണ്ട് കേട്ടോ. അപ്പോൾ അത് ശംഖ് ചക്രമൊക്കെ ഉണ്ട്. അത് ഓരോ നാമം ചൊല്ലിയിട്ട് നമ്മൾ നെറ്റിയുടെ 2 സൈഡിലൊക്കെ ചൊല്ലണം. അതേപോലെ കയ്യിലൊക്കെ ഇടും. അങ്ങനത്തെ ഒരു ദിവസം ഞാനത് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാ ആണുങ്ങളും അങ്ങനെ ചെയ്യണമെന്നാണ്. അപ്പോൾ നാമമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ചേട്ടനും വന്നു. അപ്പോൾ ഞാൻ നേരത്തെ അടച്ചു വെച്ച ചായ ഒന്നുകൂടെ ചൂടാക്കി പിന്നെ ചേട്ടനുള്ളത് വേറെ ചൂടാക്കി കൊടുത്തു. അപ്പോൾ 2-3 ദിവസം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അതുകൊണ്ട് ഇടാൻ പറ്റിയില്ല. വേറൊന്നും കണ്ടല്ല. നമ്മുടെ ആ മണ്ണിനടിയിൽ പോയ അർജുനല്ലേ, കഷ്ടമായി പോയല്ലേ. ഞാൻ രാവിലെ എഴുന്നേറ്റ ജോലിയെല്ലാം ഒതുക്കിയിട്ട് നേരെ ഇപ്പോൾ ഇത്രയും ദിവസം ഞാനും ഈ ടി വിയുടെ മുമ്പിൽ തന്നെയാണ്.
പിന്നെ ചേട്ടൻ അങ്ങോട്ട് കടയിലോട്ട് പോയതിന് ശേഷം ഞാൻ രാവിലെ ഗോതമ്പ് ദോശയാണ്. അപ്പോൾ എലൈറ്റിൻ്റെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എലൈറ്റിൻ്റെ ഗോതമ്പ് പൊടി. ദോശയ്ക്ക് സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അത് ഇടഞ്ഞിട്ട് ഒരു പാത്രത്തിലിട്ട് വെള്ളവും ഉപ്പും എല്ലാം കൂടി ഇട്ട് കലക്കി വെച്ചാൽ ഒരു 8 മണി 8:30 വരെ അത് കുതിർന്നിരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നല്ലതുപോലെ കലക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ കട്ടയൊക്കെ ഉടഞ്ഞ് കിട്ടും, കുറച്ച് നേരം വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ വെച്ചാൽ. അപ്പോൾ അതും കഴിഞ്ഞു. അതിൻ്റെ കൂടെ ഞാൻ സവാള മറ്റേ ചോപ്പറിനകത്തിട്ട് നമ്മൾ കുഞ്ഞായിട്ട് എടുത്തിട്ട് മുളക് പൊടിയും പിന്നെ ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ അങ്ങോട്ട് സ്പൂണ് വെച്ച് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ എണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഏത് എണ്ണ ഉപയോഗിക്കുന്നോ അത് ഉപയോഗിക്കാം. പിന്നെ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കലക്കി നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഗോതമ്പ് ദോശയുടെ കൂടെ ഇവിടെ ഇതാണ് ഇഷ്ടം. ചമ്മന്തി സാമ്പാറൊന്നും വെക്കാറില്ല. ഓരോന്നിനും ഓരോ ടേസ്റ്റല്ലേ. അപ്പോൾ നമ്മൾ ആ ജോലിയും കഴിഞ്ഞു. ഇപ്പം മണി 6:10 ആയുള്ളൂ. 6:10 ആയുള്ളൂ കേട്ടോ. അപ്പോൾ സമയമൊന്നും നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. വിശക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല ആഹാരം കഴിക്കണം. അപ്പോൾ എനിക്കും അങ്ങോട്ട് വിശന്ന് ഞാൻ 2 ദോശ അങ്ങോട്ട് ചുട്ട് നമ്മുടെ മുളകും കൂടെ കൂട്ടി അങ്ങോട്ട് കഴിച്ചു. നല്ല മൊരിഞ്ഞ ദോശയല്ലേ കണ്ടോ, സൂപ്പറാണ്. ചൂടോടെ കഴിക്കാൻ നല്ല കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അത്ര ടേസ്റ്റ് കാണത്തില്ല. ചില സമയങ്ങളിൽ ഈ ഗോതമ്പ് പൊടിയിൽ ഞാൻ സവാളയും പച്ചമുളകും കൂടെ തീരെ കുഞ്ഞായിട്ട് അരിയണം കേട്ടോ. ഇഞ്ചിയൊക്കെ അരിഞ്ഞതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ദോശ ഇട്ടാലും നല്ല ടേസ്റ്റായിട്ട്. ഇതിപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. ചിലപ്പോൾ രാവിലെ ഇഞ്ചിയും സവാളയൊക്കെ കൂടുതലായാലും കൊള്ളത്തില്ല. പിന്നെ ഞാൻ ദോശയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെയും വെളിയിലോട്ട് ഇറങ്ങി. ഇപ്പോൾ ഇച്ചിരി നല്ല വെട്ടമൊക്കെ വീണ് നമ്മൾ ശംഖുപുഷ്പത്തിൽ ഇപ്പോൾ കുറേ പൂ പിടിക്കും കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം. അതുകൊണ്ട് ആ പൂക്കളൊക്കെ പിടിച്ച് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. പിന്നെ കുറേ ചെടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടോ ഞാൻ നോക്കി. പിന്നെ എന്നിട്ട് നമ്മുടെ തലയൊക്കെ ഇട്ടിരിക്കുന്ന തോർത്തങ്ങോട്ട് മാറ്റി ഞാൻ തലമുടി ഇങ്ങനെ തോർത്തുകൊണ്ട് നമ്മൾ അടിച്ചുണക്കത്തില്ലേ, അതേപോലെ ഉണക്കിയതിന് പിന്നെ ഞാൻ അങ്ങോട്ട് പിന്നെ സിലിണ്ടർ വരുന്ന ദിവസമാണ് ചേട്ടൻ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ സാധാരണ പിള്ളേരാണ് സിലിണ്ടർ എടുത്ത് ഇവിടെ മുറ്റത്ത് വെക്കുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ ഡ്യൂട്ടി എന്നല്ല, പിന്നെ സിലിണ്ടറൊക്കെ പോകാൻ എനിക്ക് പറ്റത്തില്ല. എൻ്റെ കൈ ഒടിഞ്ഞിരിക്കുക എന്ന് ഞാൻ പറഞ്ഞില്ല. അന്നൊരു ദിവസം എൻ്റെ കൈ അത്ര റെഡി ആയിട്ടില്ല. എങ്കിലും ഞാൻ പിന്നെ സിലിണ്ടർ കൊണ്ട് ഉരുട്ടി നമ്മുടെ അവിടെ വെച്ചാൽ മതി കേട്ടോ. പിന്നെ അച്ചിറക്കം വന്ന് പിന്നെ നമ്മൾ പോകണ്ട. പിന്നെ ബുക്കും പൈസയൊക്കെ ചേട്ടൻ കടയിൽ തന്നെ വെച്ച് ആ ചെറുക്കൻ്റെ കയ്യിൽ കൊടുക്കും പതിപ്പിക്കാൻ വേണ്ടി. പിന്നെ അതുകൊണ്ട് നമുക്ക് സിലിണ്ടർ മാത്രം അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ കൊച്ചു വന്ന് സിലിണ്ടറൊക്കെ എടുത്ത് തന്നിട്ട് അങ്ങ് പോവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെമ്പൻ അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര അനുസരണയുള്ള ചെമ്പനാണ്. അവൻ അങ്ങോട്ട് ഓടിപ്പോയി. അതിൻ്റെ തൊട്ട് പുറകെ അവളും പോയി. ഇനിയിപ്പോൾ ടൈറ്റാനിക്കിലെ രംഗങ്ങളൊക്കെ കാണാം നമുക്ക്. ഇപ്പോൾ രണ്ടും കൂടെ ചെമ്പനെ തിരക്കി കാണാഞ്ഞോട്ട് ആറ്റിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയുള്ളൂ.